അങ്കിൾ വെൽക്കം ബാക്ക് ടു ഡ്യുവറ്റ്. ഇപ്പം ഞങ്ങൾ അങ്കിൾ ചെയ്ത പാട്ടുകളെ പറ്റി പറയുന്നത് ഇപ്പം എന്താ വെച്ചാൽ കൺഫ്യൂഷനായി ഏത് പാട്ടിനെ പറ്റി സംസാരിക്കുന്നത്. കാരണം അങ്കിൾ അത്രയധികം പാട്ടുകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു അരമണിക്കൂറിൽ പ്രോഗ്രാമിൽ എത്ര പാട്ടുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും അത് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ നോക്കുകയാണ് സത്യം പറഞ്ഞാൽ. ബിക്കോസ് എല്ലാ പാട്ടുകളും മലയാളികൾക്ക് വളരെയധികം മനസ്സിനോട് അടുത്ത പാട്ടുകളാണ്. അതേപോലെ അങ്കിൾ കരിയർ തുടങ്ങിയ സമയത്ത് അങ്കിൾ ചെയ്ത പാട്ടുകളിൽ ഒരു പാട്ട് അങ്കിളിന് മനസ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള അടുപ്പമുള്ളൊരു പാട്ട്? എനിക്ക് രണ്ട് പാട്ട് ഇഷ്ടമുണ്ട്, രണ്ടാലും കുറേ പാട്ടുകൾ ഇഷ്ടമുണ്ട്. പക്ഷേ അതിനകത്ത് വാക്കുകൾ എന്ന് വെച്ചാൽ അതിൻ്റെ ലിറിക്സ് ബേസിൽ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നൊരു രണ്ട് പാട്ടുണ്ട്. അതിലൊരു പാട്ട് നീർമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമുരഞ്ഞനെ പോ, വെറുമഞ്ഞനെ പോ. നീർമിഴിപ്പീലിയിൽ നീർമണിത്തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമുരഞ്ഞനെ പോ, വെറുമഞ്ഞനെ പോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒരു പാട്ടാണ്. ഞങ്ങൾക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ പാട്ടുണ്ട്, അത് വളരെ സിമ്പിൾ പാട്ടാണ്. അതിൻ്റെ ലിറിക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇലപ്പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആൺകിളിയ കഥ പാടി മറന്നുപോയി ആഗാനം, ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. ഇലപ്പൊഴിയും ശിശിരത്തിൽ
ചെറുകിളികൾ വരവായി മനമുരുകും വേദനയിൽ ആൺകിളിയ കഥ പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണത്. ഇത് രസമാണ് ശരിക്കും. അതേപോലെ അങ്കിളുടെ പാട്ടുകൾ പറയാനാണെങ്കിൽ ഞാൻ ഇപ്പോഴും വളരെ സിമ്പിളായിട്ട് ട്യൂൺ ചെയ്യാറ്. കാരണം ആൾക്കാരുടെ മനസ്സിനകത്ത് മനസ്സിലേക്ക് എത്താനായിട്ട് എത്താൻ കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടണം. അത് വളരെ സിമ്പിൾ ട്യൂണുകളുടെ മാത്രമേ, അല്ലെങ്കിൽ സിമ്പിൾ സോങ് കൂടി മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും